രവീന്ദ്രനാഥ ടാഗോർ കവി, തത്വചിന്തകൻ, സഞ്ചാരി, ചിത്രകാരൻ, കഥാകൃത്ത്, നാടകൃത്ത്, നോവലിസ്റ്റ്, ഗാനരചയിതാവ്, സാമൂഹിക പരിഷ്കർത്താവ് തുടങ്ങിയ നിലകളിൽ പ്രതിഭ തെളിയിച്ചിട്ടുള്ള അപൂർവം ചിലരിൽ ഒരാളാണ് രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹം ബ്രഹ്മസമാജം സെക്രട്ടറിയായും ഇരുന്നിട്ടുണ്ട്. 1861 മെയ് 7 രവി കൊൽക്കത്തയിലെ ജോറാഷങ്കോവിൽ ദേബേന്ദ്രനാഥ് ടാഗോറിന്റെയും ശാരദാദേവിയുടെയും പുത്രനായി പീരലി ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു. 8 വയസ്സിൽ ആദ്യ കവിത രചിച്ചു. 16 വയസ്സ് ആയപ്പോൾ യ ഭാനുസിംഹൻ എന്ന തൂലികാനാമത്തിൽ ആദ്യത്തെ കവിതാ സമാഹാരമായ കാഹിനി പുറത്തിറക്കി. പിന്നീട് ചെറുകഥകളും നാടകങ്ങളും രചിച്ചു തുടങ്ങി. പ്രാഥമിക വിദ്യാഭ്യാസവും തുടർ വിദ്യാഭ്യാസവും വീട്ടിലും ജനിച്ച ഗ്രാമത്തിലുമായിരുന്നു. 1878 മുതൽ 1880 വരെ ലണ്ടനിൽ പഠിച്ചു. ഇതിനിടെ ബംഗാളി, ഫ്രഞ്ച്, സംസ്കൃതം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ പ്രാവീണ്യം നേടുകയുണ്ടായി. ഇതിനോടകം 100ഓളം കവിതാ സമാഹാരങ്ങളും നോവലുകൾ, നാടകങ്ങൾ, ലേഖനങ്ങൾ എന്നിവ എഴുതിയിരുന്നു. 1913 അദ്ദേഹം എഴുതിയ ഗീതാഞ്ജലി എന്ന കൃതിക്ക് നൊബേൽ പുരസ്കാരം ലഭിച്ചതിലൂടെ പ്രസ്തുത പുരസ്കാരം ലഭിക്കുന്ന ഏഷ്യയിലെ ആദ്യ വ്യക്തിയായി. ടാഗോർ വളരെ വൈകിയാണെങ്കിൽ പോലും വിനോദത്തിനുവേണ്ടി ചിത്രരചനയും പരിശീലിച്ചു പോന്നിരുന്നു. അദ്ദേഹം 1901 സ്ഥാപിച്ച ശാന്തിനികേതൻ 17 വർഷങ്ങൾക്കുശേഷം വിശ്വഭാരതി സർവകലാശാലയായി വികസിച്ചു. രാഷ്ട്രീയ പ്രവർത്തകനായ ടാഗോർ ഗാന്ധിജിയെ സ്വാതന്ത്ര്യസമരത്തിൽ പിന്തുണയ്ക്കുകയും അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്തു പോന്നിട്ടുണ്ട്. ഗാന്ധിജി ടാഗോറിനെ ഗുരുദേവ് എന്നും പകരം ടാഗോർ ഗാന്ധിജിയെ മഹാത്മാ എന്നും പേരു കൂട്ടി വിളിച്ചു പോന്നു. ഇന്ത്യയുടെ ദേശീയഗാനമായ ജനഗണമനയും ബംഗ്ലാദേശിന്റെ ദേശീയഗാനവും രചിച്ചത് ടാഗോർ ആണ്. മറ്റുള്ളവർ ദേശീയ പ്രസ്ഥാനങ്ങളുടെ വേദിയിലിറങ്ങിയപ്പോൾ ടാഗോറാകട്ടെ അണിയറയിൽ ഇരുന്നുകൊണ്ട് രചനകളിലൂടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സ്വപ്നങ്ങൾക്ക് ഊർജ്ജം പകർന്നു കൊടുത്തുകൊണ്ടിരുന്നു. 1941 ആഗസ്റ്റ് 7 രവീന്ദ്രനാഥ് ടാഗോർ അന്തരിച്ചു. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, യുസ്കല, വംഗ, വിന്ധ്യ, ഹിമാചല, ജമുന, ഗംഗ, ഉച്ഛല, ജലധി തരംഗ. തവ ശുഭ നാമേ ജാഗേ, तव शुभयाशिष मागे, गाहे तव जय गाथा. जनगण मंगलदायक जय हे भारत भाग्य विधाता. जय हे जय हे जय हे.